തുടർച്ചയായി 40 ദിവസം മാംസം കഴിച്ചാൽ ഹൃദയ കാഠിന്യം ഉണ്ടാവും. അത് കഴിക്കാതെ ഇരുന്നാലില്ല ഉത്തരട്ടോ. അപ്പം 40 ദിവസം മാംസം ഒഴിവാക്കിയാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂമുൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ തമ്പുനെയിൽ കണ്ടതുപോലെ തുടർച്ചയായി 40 ദിവസം മാംസാഹാരം കഴിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ്, അത് ഞാനും കേൾക്കാറുണ്ട് കേട്ടോ. ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ചാനലിൽ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്താഴ സമയത്ത് കഴിക്കാനുള്ളൊരു ദിക്റും കൂടി പറയുന്നുണ്ട്. അപ്പോൾ വല്ലാതെ ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അറിയുന്നവരുണ്ടെങ്കിലും ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഏതാണെന്ന് നോക്കി വെക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി നോക്കട്ടെ. തുടർച്ചയായി 40 ദിവസം മാംസാഹാരം കഴിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടാട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തുടർച്ചയായി 40 ദിവസം മാംസം കഴിച്ചാൽ ഹൃദയ കാഠിന്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് കഴിക്കാതെ ഇരുന്നാലില്ല ഉത്തരട്ടോ. അപ്പം 40 ദിവസം മാംസം ഒഴിവാക്കിയാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. തുടർച്ചയായി കഴിച്ചാലും തുടർച്ചയായി ഒഴിവാക്കിയാലുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. തുടർച്ചയായി കഴിക്കാതിരുന്നാലുള്ള അവസ്ഥ സ്വഭാവം മോശമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും വേണം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് അത്താഴശേഷം കഴിക്കാനുള്ള ദുആ ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അത്താഴശേഷം 7 പ്രാവശ്യമാണ് ചെല്ലേണ്ടത്. എണ്ണം തെറ്റാതെ ശ്രദ്ധിക്കുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂമുൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലും കൂടി കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ നോൻപിലും ഇങ്ങനെ ചെല്ലിക്കാണ്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ വല്ലാതെ ക്ഷീണം ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കൊള്ളും. അപ്പോൾ ഇതുപോലുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ച. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് കമൻറ്റായിട്ട് അറിയിക്കാൻ ഇൻഷാ അല്ലാഹ്. അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.